യൂറോപ്പിലുള്ള അമേരിക്കയുടെ സൈനിക വിന്യാസം കുറച്ചു കൊണ്ടുവരുന്നതിനിടെ ട്രംപ് ഭരണകൂടം ഒരു അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുകയാണ്. പോളണ്ടിലേക്ക് അധികമായി 5000 സൈനികരെ കൂടി അയക്കാനാണ് ട്രംപിന്റെ തീരുമാനം. പോളണ്ടിന്റെ വലതുപക്ഷ പ്രസിഡന്റ് കരോൾ നവറോക്കിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ശരിക്കും അത് തന്നെയാണോ കാരണം? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പോളണ്ടിൽ എന്താണ് ട്രംപിന് ഇത്ര താല്പര്യമെന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. കാരണം മറ്റൊന്നുമല്ല, പെട്ടെന്നുള്ള ട്രംപിന്റെ പോളണ്ട് സ്നേഹമാണ്. അടുത്തിടെയാണ് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന US സേനയെ വ്യാപകമായി വെട്ടിക്കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പോളണ്ടിലേക്കുള്ള ഏകദേശം 4000 സൈനികരുടെ റിക്രൂട്ട്മെന്റ് അമേരിക്കൻ ആഭ്യന്തര വകുപ്പ് റദ്ദാക്കിയത്. പക്ഷേ തൊട്ടുപിന്നാലെ മറ്റൊരു ഉത്തരവ് വന്നു. ട്രംപ് നേരിട്ട് നടപ്പാക്കിയ ഉത്തരവ് പ്രകാരം 5000 അമേരിക്കൻ സൈനികരെയാണ് അമേരിക്ക പോളണ്ടിലേക്ക് അയക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഈ നീക്കത്തിലൂടെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള സന്ദേശമാണോ പോളണ്ടിനെ മുൻനിർത്തി ട്രംപ് നൽകാൻ ശ്രമിക്കുന്നത് എന്നാണ് നിരീക്ഷകർ സംശയം പ്രകടിപ്പിക്കുന്നത്. ട്രംപ് പറയുന്നത് പോളണ്ടിന്റെ പ്രസിഡന്റ് കരോൾ നവറോക്കിയുമായുള്ള ബന്ധത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നാണ്. അതായത് തന്നോട് നല്ല ബന്ധം സൂക്ഷിക്കുന്നവർക്ക് കവചമൊരുക്കാൻ എല്ലാ കാലത്തും ഒപ്പമുണ്ടാകും എന്ന സൂചനയാണ് ട്രംപ് ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. മറ്റൊരു കാര്യം, നാറ്റോ അംഗരാജ്യങ്ങളിൽ തന്നെ പ്രതിരോധ ചെലവുകൾ ഏറ്റവും അധികം വർദ്ധിപ്പിച്ച രാജ്യമാണ് പോളണ്ട് എന്നതാണ്. പ്രതിരോധ ബജറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ട്രംപ് നാറ്റോ രാജ്യങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നു. മിക്ക രാജ്യങ്ങളും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നില്ല എന്നതായിരുന്നു ട്രംപിന്റെ പരാതി. പിന്നാലെയായിരുന്നു പോളണ്ട് ബജറ്റിൽ വലിയ വർധനവ് നടത്തിയത്. അതേസമയം 5000 സൈനികരെ പുതുതായി വിന്യസിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ചില സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പെന്റഗൺ ഇറക്കിയ ഉത്തരവ് മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 4000 സൈനികരെ പോളണ്ടിലേക്ക് അയക്കുന്നത് നിർത്തിവെച്ച ഉത്തരവ് റദ്ദാക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചുരുക്കം. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വിന്യാസം റദ്ദാക്കിയതിന്റെ കാരണം ട്രംപ് പിന്നീട് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിനോട് വിളിച്ചു തിരക്കിയിരുന്നു. അമേരിക്കയുമായി അടുത്ത ബന്ധം കണക്കിലെടുത്ത് പോളണ്ടിനോട് മോശമായി പെരുമാറരുത് എന്ന് ട്രംപ് ഹെക്സത്തിനോട് പറഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട്. പോളണ്ട് നിലവിൽ ഏകദേശം 10000 US സൈനികർക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം നാറ്റോയിലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക പങ്കാളികളിൽ ഒന്നായി പോളണ്ട് മാറിയിരുന്നു. മാത്രമല്ല, യുക്രൈനുള്ള പാശ്ചാത്യ സൈനിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നതും പോളണ്ടാണ്. യുക്രൈനുമായി പങ്കിടുന്ന വലിയ അതിർത്തിയാണ് അതിന് പ്രധാന കാരണം. യൂറോപ്പിലെ US സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കാൻ തയ്യാറെടുക്കുകയാണെന്ന സമീപകാല സൂചനകളിൽ നിന്നുള്ള ഒരു വലിയ യൂട്ടേൺ ആയിട്ടും ട്രംപിന്റെ ഈ പ്രഖ്യാപനം വിലയിരുത്തപ്പെടുന്നുണ്ട്. നേരത്തെ ഇറാനെതിരായ US ഇസ്രായേൽ യുദ്ധത്തെ ചൊല്ലി ജർമ്മനിയും സ്പെയിനുമായൊക്കെ ഉടക്കിയ ട്രംപ് ഈ മാസം ആദ്യം 5000-ഓളം സൈനികരെ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സമാനമായ വെട്ടിക്കുറയ്ക്കലുകൾ തുടർന്നങ്ങോട്ടുണ്ടാകുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. അങ്ങനെയിരിക്കെ പോളണ്ടിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിലൂടെ വ്യക്തമായ സൂചനകളാണ് യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് ട്രംപ് നൽകുന്നത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം.